സിങ്കിൻ്റെയും അയണിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഉള്ളവരാണെങ്കിൽ ഇവിടെ കമോൺ, നോൺ വെജിറ്റേറിയൻസിനുള്ളു കേട്ടോ. ബീഫാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്, നല്ല നാടൻ രീതിയിൽ. അപ്പം നമ്മൾ ബീഫെല്ലാം അരിഞ്ഞെടുത്ത് നല്ല രീതിയിൽ വെട്ടി നുറുക്കിയതേ നമ്മുടെ കൂട്ടൊക്കെ ചേർത്ത് മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പ്രധാനപ്പെട്ട പണിയിലേക്ക് കിടക്കുകയാണ്. നല്ലപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കും. എപ്പോഴും നമ്മൾ തോരൻ ഉണ്ടാക്കുവാണെങ്കിലും എന്തുണ്ടാക്കുവാണെങ്കിലും ആദ്യം നാട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ടേസ്റ്റ് കൂടുമെന്ന് പറയത്തില്ലേ, അത് സത്യം കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിൽ തീ കൂട്ടി ബീഫ് എപ്പോഴും ഇതിന് നീര് വേവണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് കണ്ടിച്ചിടുക കേട്ടോ. ചില ആൾക്കാർക്ക് തേങ്ങാക്കൊത്ത് ബീഫിൽ നിന്ന് പെറുക്കിയെടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനെ തേങ്ങാക്കൊത്ത് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പിന്നെ പല രീതിയിൽ ബീഫ് ഇവിടെ വെക്കാറുണ്ട്, നിങ്ങളും വെക്കാറുണ്ടായിരിക്കും. കടച്ചക്ക കൂട്ടി ബീഫ് വയ്ക്കും, അതുപോലെ വാഴയ്ക്ക കൂട്ടി, അങ്ങനെ പല വെറൈറ്റി രീതിയിൽ ബീഫ് വയ്ക്കും. ഇവിടെ ഞങ്ങൾ ഇന്ന് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടില്ല. ഇന്നിപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ടച്ചപ്പിലേക്ക് പോകാം. ഞങ്ങൾക്ക് വിശന്ന് പോയതുകൊണ്ട് കുറച്ച് മാത്രം എടുത്തിട്ട് ഞങ്ങളൊന്ന് വഴറ്റിയെടുക്കുക. ഇത് മൊത്തം ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, ആ കുറച്ച് പോർഷൻ എടുത്ത് വഴറ്റി ഒരു ഫൈനൽ ടച്ചപ്പ് എന്നുള്ളത് മസാല ഇട്ട് ഡെക്കറേറ്റ് ചെയ്തു. ബീഫ് ഫ്രൈ റെഡി. വായോ.